ഇന്നലെ നമ്മൾ പറഞ്ഞു തഖ്വ 4 കാര്യങ്ങൾ. ഇത് ഈ റമദാനിൽ എല്ലാവരുടെ ഓർമ്മയിലുണ്ടാവണം. ശരിക്കും പറയിപ്പിക്കേണ്ടതാണ്. അത്രമാത്രം റമദാൻ 1 മുതൽ നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. 4 കാര്യം ഒന്നുകൂടെ ഞാൻ പറയാം, നാളെ നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ഈമാന്, തഖ്വ, വസീല, ജിഹാദ്. ഇത്രേ ഉള്ളൂ. ഈമാന്, തഖ്വ, വസീല, ജിഹാദ്. ഇതെവിടെയാ പറഞ്ഞത്? ഖുറാനിലും 5-ാമത്തെ സൂറത്തുൽ മാഇദ. മാഇദയുടെ 35-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വസീലയെ കണ്ടെത്തുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക, അതുവഴി നിങ്ങൾക്ക് വിജയിക്കാം. ഈ അൽ ഫലാഹ് എന്നൊരു വാക്കാണ് വിജയം. ഫലാഹ്, വിജയം. ഈ വിജയത്തെക്കുറിച്ച് ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നീ എത്ര എണ്ണ എന്നുള്ളതൊക്കെ. അതിൻ്റെ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഷോർട്ടാക്കിയിട്ടുള്ള 4 കാര്യങ്ങളാണ് ഈ സൂറത്തുൽ മാഇദയിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഈമാനിൻ്റെ ചെറിയൊരു തലം ഞാൻ പറഞ്ഞു, ചെറിയ ഭാഗമേ പറഞ്ഞിട്ടുള്ളൂ. പൊതുവായിട്ട് പറയാവുന്ന, കുറച്ചും കൂടെ അടുത്തിരുന്നുള്ള മജ്ലിസുകളിലാവുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയും. അതിനേക്കാൾ ഷോർട്ടായിട്ടുള്ള അടുത്ത മജ്ലിസാണെങ്കിൽ അതിനേക്കാൾ ആഴത്തിലും പറയും. അങ്ങനെയാണ് ഇൽമിൻ്റെ ഒരു തലം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈമാൻ കഴിഞ്ഞാൽ പിന്നെ തഖ്വയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് വസീലയും ജിഹാദും ഉള്ളത്. തഖ്വ ഇന്നലെ നമ്മൾ പറഞ്ഞു, ചെറിയ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. ഇത് പല രീതിയിലും പല ഉദാഹരണങ്ങൾ പറയാം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ ഈമാനില്ലേ, ഈമാൻ കളങ്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതയാണ് തഖ്വ. ഈമാനിനെ നമ്മൾ ഇന്നലെ ഒരു വൃക്ഷത്തോട്, ഒരു തൈയിനോട് ഉപമിച്ചു. അങ്ങനെ ഒരു തൈ ആയി സങ്കല്പിക്കുമ്പോൾ ആ തൈ ഉണങ്ങിപ്പോകാൻ പാടില്ല. ഈ തൈ നട്ടിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. എല്ലാ മുസ്ലിമീങ്ങളും ഈ തൈ ഏതോ ഒരർത്ഥത്തിൽ ഇവിടെ അതിൻ്റെ വിത്ത് അത് മുളച്ചു വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ അതിൻ്റെ ഒരു മരം മുളച്ചു വന്നാൽ അതിൻ്റെ ഫലം ഉണ്ടാകൂലേ? ഒരു മരം മുളച്ചു വന്നാൽ അതിൻ്റെ കായ്കൾ ഉണ്ടാകൂലേ? അത് അടുത്ത ആളുകൾ, അയൽവാസികൾക്ക് അനുഭവിക്കാൻ കഴിയണം, സുഹൃത്തുക്കൾക്ക് അനുഭവിക്കാൻ കഴിയണം, നാട്ടുകാർക്ക് അനുഭവിക്കാൻ കഴിയണം. ആർക്കും അനുഭവപ്പെടുന്നില്ലെങ്കിൽ ആ മരം അവിടെ ഉണങ്ങി നിൽക്കുന്നു എന്നർത്ഥം. ഈമാനാകുന്ന മരം ഉണങ്ങി നിൽക്കുന്നു. പടച്ചോൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പെട്ടെന്ന് മനസ്സിൽ ഇപ്പോൾ വരുന്നൊരു ഉദാഹരണം പറയട്ടാ. വീട്ടിൽ ഇപ്പോൾ ചെറിയൊരു പറമ്പാണ് എൻ്റെത്. അപ്പോൾ അവിടെ കുറേ നാളെ പറയുന്നത് ഈ കുറച്ച് തൈകളൊക്കെ നട്ട്. അപ്പോൾ വൈഫ് പറഞ്ഞ് കുറച്ച് വളമൊക്കെ മേടിക്കേണ്ട ഒന്നും ഉഷാറാക്കുന്നത്, എത്ര വെള്ളം ഒഴിച്ചിട്ട് ശരിയാവണില്ല. അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച വളമൊക്കെ മേടിച്ചു കൊടുക്കുന്നത് നോമ്പിന് മുമ്പ്. ഈ ആഴ്ച ചെന്ന് നോക്കുമ്പോൾ വളമൊക്കെ ഇട്ട് നോക്കുമ്പോൾ സംഗതിയൊക്കെ ഉണ്ട്, അടിപൊളിയാക്കണം. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ ഉണ്ടാക്കിയ ഉപ്പേരിയും സാധനങ്ങളൊക്കെ നമ്മൾ മുറ്റത്തുനിന്ന് എടുത്തിട്ടാ. എന്തുകൊണ്ട് കിട്ടിയത്? നമ്മൾ വളം ചെയ്തു. അപ്പം നമ്മൾ നമ്മുടെ ഈ ഈമാനാകുന്ന വൃക്ഷത്തിന് ശരിക്ക് വളം ചെയ്താൽ ഉറപ്പായിട്ട് നല്ല കായ്കനികൾ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രദേശത്ത് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് പോലെയാകും ഒരു വിശ്വാസി. ആ ലൈറ്റിന്റെ തണലിൽ അവൻ്റെ നാട്ടുകാർ, അവൻ്റെ അയൽവാസികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാൻ ഒരുങ്ങിയപ്പോൾ ഇബ്നു ദുഗ്ന എന്ന് പറയുന്ന മുശ്രിക്കായ ഒരാൾ, ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാണ്, അദ്ദേഹം വഴിയിൽ നിന്ന് കണ്ടു. എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നു. എവിടേക്കാ നിങ്ങൾ പോകുന്നത്? നിങ്ങൾക്ക് ഞാൻ അഭയം തരാം. ആരായി പറയുന്നത്? ഇസ്ലാമിന്റെ ശത്രുവായ മുശ്രിക്കായ ഒരാള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നിങ്ങൾ പോകരുത്. കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ നാട്ടിൽ വേണം. ഏതെങ്കിലും നിരക്ക് അവർക്ക് അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ടാകൂലേ? നമ്മളൊക്കെയാണ് പോകണമെങ്കിലോ ചിലപ്പോൾ ചോദിക്കും, ബസ്സിന് കാശുണ്ടോയെന്ന് ചോദിക്കും. ചിലപ്പോൾ അതുവരെ തരാൻ ചിലപ്പോൾ നാട്ടുകാർ തയ്യാറാകും. അപ്പോൾ ഒരു വൃക്ഷം ശരിക്കും ആ മരത്തിന്റെ തണലിൽ അവിടുത്തെ ആ കുടുംബം ഉണ്ടാകണം, അയൽവാസികൾ. മരമാകുന്ന ആ തണല് ഒരു ഹൈമാസ് ലൈറ്റായി സങ്കല്പിച്ചാൽ അതിൻ്റെ വെളിച്ചം ആ പ്രദേശത്തെ ആളുകൾക്ക് കിട്ടുമ്പോഴാണ് ഒരു മുഅ്മിൻ യഥാർത്ഥ മുഅ്മിനാകുന്നത്. അപ്പം നമ്മുടെ ഈമാനാകുന്ന വൃക്ഷം ഉണങ്ങിപ്പോകാതിരിക്കാനുള്ള ജാഗ്രതയാണ് എന്ത്? തഖ്വ. ഇനി ഞാൻ 1-2 ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഇതൊന്നും തീരുന്ന വിഷയമല്ല, തൽക്കാലം നിർത്താനേ നിർവാഹമുള്ളൂ. 1-2 ഉദാഹരണം കൂടി പറയാം. സാധാരണ പറയാറുള്ള ഉദാഹരണമുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ പറഞ്ഞു തന്ന ഒരു ഉദാഹരണം.
നമുക്കൊരു ഒരു സ്ഥലത്തെത്തണം, ഒരു സ്ഥലത്ത് ഉദാഹരണം പാലക്കാട് ടൗണിലെത്തണം, സങ്കല്പിച്ചോളൂ, അവിടെ എത്തണം. പക്ഷെ അവിടേക്ക് ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയാകട്ടെ കുപ്പിച്ചില്ലുകളും മുള്ളുകളും പിന്നെ മുള്ളുവേലികളും എല്ലാ ചെളിയും കുണ്ടും കുഴിയും എല്ലാമുള്ള വഴിയാണെന്ന് സങ്കല്പിക്കൂ. പക്ഷെ അങ്ങോട്ട് എത്തിയേ പറ്റൂ. എങ്ങനെ നടക്കും നമ്മൾ? ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും കാല് ചെളിയിൽ തട്ടാതിരിക്കാൻ, പൂന്നു പോകാതിരിക്കാൻ, വസ്ത്രത്തിൽ മുള്ളു കുത്താതിരിക്കാൻ, അല്ലേ? എത്ര ജാഗ്രത പുലർത്തിയാണോ നമ്മൾ ഈ വഴിയിലൂടെ നടക്കുക, അതുപോലെയുള്ള നടത്തമാണത്രേ തഖ്വ. ഇതാണ് മഹാന്മാർ പറഞ്ഞ ഒരു ഉദാഹരണം. വേറെ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരാള് ഒരു വിളക്ക് തന്നു. വിളക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു മെഴുകുതിരി നമ്മുടെ കയ്യിൽ ഒരാൾ തന്നു. മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ റോഡ് വഴി ഇങ്ങനെ പോയിട്ട് അവിടുന്ന് പിന്നെ ആ സെൻട്രലിൽ നിന്ന് അപ്പുറത്തെ റോഡിലേക്ക്, അപ്പുറത്തെ റോഡിന്റെ പേര് നമ്മളെ ബാങ്ക് റോഡാണ് അല്ലേ, കോട്ടർ റോഡിലേക്ക് കടന്ന് ഇങ്ങനെ വന്ന് സ്വാതി ജംഗ്ഷനിലൂടെ അങ്ങനെ വന്ന് നമ്മളെ ക്രസന്റിന്റെ അതിലെങ്ങനെ വന്നിട്ട് പള്ളിയുടെ അവിടെ വരണം. ഈ മെഴുകുതിരി കെട്ടുപോകാൻ പാടില്ല. കത്തിച്ച് തന്നിട്ടുണ്ട്. ഈ മെഴുകുതിരി കെടാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പോയി വരണം. ഇങ്ങനെ പോയി വരുന്ന ഒരാള് ബസ് കാണൂലേ, സ്ത്രീകളെ കാണൂലേ, സുഹൃത്തുക്കളെ കാണൂലേ, എന്തെല്ലാം കാഴ്ചകൾ കാണുന്നുണ്ടാകും. ഉണ്ടെങ്കിൽ പോലും അയാളുടെ ശ്രദ്ധ മുഴുവൻ എന്തിനായിരിക്കും? ഈ വിളക്ക് കെടാതെ നോക്കുന്നതിലായിരിക്കും. എന്ന പോലെ നമ്മൾ സമൂഹത്തിൽ ഇടപെടും, ആളുകളുമായി സംസാരിക്കും, നമുക്ക് കുടുംബജീവിതം ഉണ്ടാകും, മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അപ്പോഴും നമ്മൾ കത്തിച്ചു വെച്ചിട്ടുള്ള ഈമാനിന്റെ ഒരു വിളക്കുണ്ട്, ഈമാനിന്റെ ഒരു വെട്ടമുണ്ട്. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മസലുഹും കമസലിൽ ലദി ഇസ്തൗഖദ നാറാ ഫലമ്മാ അളാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം വതറകഹും ഫീ ളുലുമാതിൽ ലാ യുബ്സിറൂൻ. ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല കേട്ടോ, ഓർമ്മ വന്നു ഓതിയത് മാത്രമേ ഉള്ളൂ. ഒരു യഥാർത്ഥത്തിൽ ഈമാൻ ഇസ്ലാം ഒരു വിളക്കാണ്. ആ വിളക്ക് മെഴുകുതിരി നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. പക്ഷേ അധിക മുസ്ലിങ്ങൾക്കും അത് കെട്ടുപോയിരിക്കുന്നു. സാധനം അവിടെ ഉണ്ട്, ഉണങ്ങി നിൽക്കുന്ന മരമാണ്. അതിനെ വെള്ളമിട്ടൊഴിച്ച് വളം ചെയ്ത് പരിപോഷിപ്പിച്ച് പുറത്തിറങ്ങാൻ കഴിയും എപ്പോൾ? റമളാനിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് പ്രകാരം നോമ്പെടുക്കുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ ഒരു നോമ്പ് റമളാൻ വന്നു പോയി, അത്രയേ ഉള്ളൂ. റമളാന് 30 ദിവസം നോമ്പെടുത്തിട്ടും തറാവീഹ് നിസ്കരിച്ചിട്ടും ഒരു മാറ്റവും ആ മനുഷ്യനിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ അയാളെ നോമ്പ് വെറുതെയായിരുന്നു പറഞ്ഞു. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കുറേ അമൽ ചെയ്യുക, ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠം എന്താ? ഒരു ഇൽമ് കരസ്ഥമാക്കലാണ്, ഒരു അറിവ് നേടലാണ്. ആ അറിവുണ്ടാകുമ്പോൾ അമല് ഒന്നുകൂടെ നന്നാകും. അമലിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും, നമ്മുടെ ഇൽമ് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയ ഇൽമു തരുമാറാകട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അറിയാലോ, ആരാന്ന് ഞാൻ പറയേണ്ടതില്ല. അനല്ലദി സമ്മത്നി ഉമ്മി ഹൈദറ കലൈഫി ഗാബാത്തിൻ കരിഹിൽ മൻവറ. ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ മഹത്വമുള്ള മഹാനാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഞങ്ങൾക്ക് ഈ തഖ്വ എന്താണെന്ന് വിശദീകരിച്ചു തരാമോ എന്ന് സഹാബത്ത്, അവിടുത്തെ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു 4 കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത് വലിയൊരു കടല് പോലെയാണ്. പറഞ്ഞാൽ അവിടെ എത്തൂല. ഞാൻ പറയുന്ന ഉദാഹരണം പോലെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരിക, നിങ്ങൾ വേറെ ഉപയോഗങ്ങളൊക്കെ കേൾക്കും. വലിയൊരു കടലാണിത്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, തഖ്വക്ക് അദ്ദേഹം ഇങ്ങനെ 4 നിർവചനം പറഞ്ഞു. 1 അൽ ഖൗഫു മിനൽ ജലീൽ, 2 വൽ അമലു ബിത്തൻസീൽ, 3 അൽ ഖനാഅതു ബിൽ ഖലീൽ, 4 അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ അയാൾ തഖ്വയുള്ള ആളായി. തഖ്വ ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം? ഈ 4 കാര്യങ്ങൾ ഉണ്ടായാൽ മതി. 1 എന്താ? പിന്നെ അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹുവിനെ ഭയപ്പെടുക. ജലീലായ റബ്ബിനെ ഒരാൾക്ക് പേടി തോന്നുന്നുണ്ട്. പേടി തോന്നാന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ വാപ്പാരെ പേടിക്കുന്ന പോലെയല്ല, ചില അധ്യാപകരെ ഭയപ്പെടുന്ന പോലെയല്ല. അടി കിട്ടുമോ എന്നുള്ള പേടി, അല്ലെ? ആ പേടിയല്ല. വാപ്പ തല്ലുമോ എന്നുള്ള പേടി, അതല്ല. വാപ്പാനോടൊരു ഇഷ്ടമുണ്ട്, ബഹുമാനമുണ്ട്, ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ വാപ്പാനെ പേടി ഉണ്ടാവും.
അല്ല അങ്ങനെ എന്തോ ഒരു ഭീകരനാണ്, അല്ല അങ്ങനെ പിടിച്ചു വിഴുങ്ങാൻ നിൽക്കുകയാണ്. അതല്ല റബ്ബ്. റബ്ബ് റഹ്മാനാണ്, കാരുണ്യവാനാണ്. ഇത്രയും കാരുണ്യം ചെയ്ത റബ്ബിനോട് ഞാൻ നന്ദി കേട് കാട്ടുമ്പോൾ ഒരു ഭയമുണ്ടല്ലോ ഒരു അടിമയുടെ. അതാണ് അൽ ഖൗഫു മിനൽ ജലീൽ. ജലീലായ അള്ളാഹുവിനെ ഒരാൾ ഭയപ്പെടുക. 2 വൽ അമലു ബിത്തൻസീൽ, തൻസീൽ അനുസരിച്ച് അമൽ ചെയ്യുക. തൻസീൽ എന്ന് പറഞ്ഞാൽ തൻസീലുൽ കിതാബ് അല്ലേ, തൻസീൽ അൽ അസീസ് റഹീം. എന്താ തൻസീൽ? പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ ആയിരിക്കണം നമ്മുടെ മാനിഫെസ്റ്റോ. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് വർക്ക് ചെയ്യണം, പ്രവർത്തിക്കണം. പരിശുദ്ധ ഖുർആൻ ആയിരിക്കണം ഇമാം. അത് ഉണ്ടോ അയാളിൽ തഖ്വയുണ്ട് എന്നർത്ഥം. മൂന്നാമത് പറഞ്ഞു അൽ ഖനാഅതു ബിൽ ഖലീൽ, ജീവിതത്തിൽ കിട്ടിയത് കൊണ്ട് സംതൃപ്തനാകുക. കൂടുതൽ ഉണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ ഉള്ളതിൽ നീ ഹാപ്പി അല്ലെങ്കിൽ നീയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദരിദ്രൻ. ചില ആളുകൾക്ക് അങ്ങനെ എത്ര കിട്ടിയാലും മതിയാകൂല. പക്ഷെ എന്നിലുള്ളതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ, അവനാണ് സമ്പന്നൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലൈസൽ ഗിന ഗിനൽ മാൽ വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. കുറേ സമ്പത്ത് ഉണ്ടാകലല്ല ഐശ്വര്യം, മറിച്ച് മനസ്സമാധാനമാണ്. അപ്പൊ കുറെ ഇനിയും ഉണ്ടാക്കണം എന്ന ഒരു അത്യാർത്ഥിയാണെങ്കിൽ ഇപ്പോഴും നീ ദരിദ്രനാണ്. കുറെ ഉണ്ടായിട്ട് കാര്യമില്ല. ഉള്ളതിൽ അൽഹംദുലില്ലാ. ചില ആളുകളോട് നമ്മൾ ചോദിക്കൂലേ എന്താ വിശേഷം? അങ്ങനെ പോണു. എന്തുറത്താണ് ഈ പറയണത്? ഇങ്ങനെ പോകണമെന്നല്ല, ഇങ്ങനെ പോകാൻ പറ്റാത്ത 100 കണക്കിന് ആളുകളുണ്ട്. അൽഹംദുലില്ലാ എന്ന് പറയേ. ഇങ്ങനെ പോണെന്ന് പറയല്ലേ, അൽഹംദുലില്ലാ, ഹാപ്പി ആയിട്ട് പോണു. ഇങ്ങനെ പോകാൻ കഴിയാത്ത 100 കണക്കിന് 1000 കണക്കിന്, ഒന്ന് ശ്വാസം വലിക്കാൻ കഴിയാത്ത, നട്ടെല്ല് നിവർത്താൻ കഴിയാത്ത, കണ്ണൊന്ന് തുറന്നു നോക്കാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് മനുഷ്യര് നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. ആ സമയത്ത് അൽഹംദുലില്ലാ ശ്വാസം വലിച്ചു വിടാൻ കഴിയുന്നില്ലേ? അപ്പൊ ഇങ്ങനെ പോണെന്നല്ല, അൽഹംദുലില്ലാ എന്ന് പറയും, ഞാൻ ഹാപ്പിയാണ്. ചില ആളുകൾ അങ്ങനെ തന്നെ പറയൂട്ടാ, ഞാൻ ഹാപ്പിയാണ്, അൽഹംദുലില്ലാ. അപ്പൊ കുറച്ചാണെങ്കിൽ ഇത് 4 വേറെ വേറെ വിശദീകരിക്കേണ്ടതാണ്, ഞാൻ ചുരുക്കി പറയാം. കുറച്ചാണെങ്കിലും അള്ളാഹു തന്നതിൽ എപ്പോഴും ഹാപ്പിയാകുക. സന്തുഷ്ടനാണോ? അത് തഖ്വയുടെ അടയാളമാണ്. 4ാമത് പറഞ്ഞു വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, നാളെ പരലോക യാത്രക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അതാണ് പ്രധാനപ്പെട്ട. ഒരു യാത്രയില്ലേ, ഉറപ്പായിട്ട് നമ്മൾ പോകൂലേ? നമ്മോടൊപ്പമുള്ള എത്രയോ ആളുകൾ കഴിഞ്ഞ വർഷം ഈ പള്ളിയിൽ നമ്മോടൊപ്പം റമദാനിൽ തറാവീഹില് ഒക്കെ പങ്കെടുത്ത എത്രയോ സഹോദരന്മാർ, എത്രയോ സഹോദരിമാർ ഇന്ന് പള്ളിക്കാട്ടിലാണ്. വീട്ടിലെമെത്ത വിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്, ഇലയിന്മേൽ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും കാബർ ബോജോറിലേ. ഇത് പ്രായമായ വയസ്സായ ആളുകൾക്ക് മാത്രമുള്ളതാണോ? അല്ല വിളിച്ചാൽ എപ്പോ വേണമെങ്കിലും പോകണ്ടേ? ഈ ഒരു ചിന്ത, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അത് തഖ്വയുള്ളവന്റെ അടയാളമാണ്. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ. എത്ര മനോഹരമായ വരിയാണ്. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ, എല്ലാവരും വിട്ടു, ഭാര്യയെ, മക്കളെ, ഭർത്താവിനെ, എല്ലാവരെയും വിട്ട് 6 കാലുള്ള കട്ടിലിൽ കയറി പോവുകയാണ്. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ. അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ താണി എന്നിലാരെന്ന്. വളരെ മനോഹരം. നമ്മൾ എത്ര തവണ കേട്ട പാട്ടാണ്, ഹൃദയത്തിൽ തട്ടുന്ന വരികളല്ലേ. അപ്പൊ ഇതിന് ആ നാളെ അന്ത്യയാത്രക്ക് വേണ്ടിയുള്ള ഒരു ദിവസം ഞാൻ പോകും. ദുനിയാവ് ശാശ്വതമല്ല, ഒരാൾക്കും ശാശ്വതമല്ല. മൈക്കൽ ജാക്സൺ 150 കൊല്ലം ജീവിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച മനുഷ്യരാണ്. സദാസമയം അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തിട്ട് 12 ഡോക്ടർമാരെ ചുറ്റും വെച്ചിരുന്നു. അയാളുടെ ഭക്ഷണം ടെസ്റ്റ് ചെയ്യാൻ, അയാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എല്ലാ ദിവസവും. 150 വർഷം എന്തു വന്നാലും ജീവിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പലരും ഉണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ കാല ചരിത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വലയു അഖ്റല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അള്ളാഹു ഒരാൾക്ക് കണക്കാക്കിയ സമയമെത്തിയാൽ 100 കണക്കിന് ഡോക്ടർമാര് ചുറ്റുവളഞ്ഞു നിന്നാലും മലക്കുൽ മൗത്ത് വരും, കൊണ്ടുപോകും.
അള്ളാഹു ഈമാനുള്ള മരണം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആഫിയത്തും ഇസ്സത്തുമുള്ള ദീർഘായുസ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇതാണ് തഖ്വ. ഇത് തഖ്വയുടെ ഒരു അടയാളമാണ്. തഖ്വ ഉള്ളവരിൽ ഈ 4 ക്വാളിറ്റീസ് ഉണ്ടാകും എന്ന് മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു എന്തൊക്കെയായിരുന്നു? പിന്നെ അൽ ഖൗഫു മിനൽ ജലീൽ, എപ്പോഴും അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടുള്ള അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോഴുള്ള ഒരു ഭയം ഉള്ളിൽ എപ്പോഴും ഉണ്ട്. തഖ്വയുടെ അടയാളമാണ്. വൽ അമലു ബിത്തൻസീൽ, ഖുർആൻ അനുസരിച്ചാണ് അയാൾ പ്രവർത്തിക്കുക. എല്ലാ കാര്യങ്ങളിലും ഖുർആനാണ് അയാളുടെ ലീഡർ. പിന്നെ വൽ ഖനാഅതു ബിൽ ഖലീൽ, ഉള്ളതിൽ സംതൃപ്തനായിരിക്കും. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, നാളെ അന്ത്യയാത്രക്ക് വേണ്ടിയുള്ള പിന്നെ ഒരുക്കത്തിലായിരിക്കും ആ മനുഷ്യൻ. ഞാൻ സമയക്കുറവ് കൊണ്ട് അത് അവസാനിപ്പിക്കുക. 5 മിനിറ്റ് കൊണ്ട് വേറെ 1-2 കാര്യങ്ങൾ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല പവറുള്ള, നല്ല വോൾട്ടേജ് ഉള്ള തഖ്വ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ഒന്ന് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഒന്ന് നിസ്കാരത്തിൽ അതിങ്ങനെ പറയേണ്ടി വരികയാണ്. പറയണതിൽ വിഷമമൊന്നുമില്ല, കാരണം നിരന്തരമായി പറയുമ്പോഴേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് അറിയാം. ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നാണല്ലോ. നമ്മൾ ശീലിച്ചത് അതിനെ ധിക്കരിക്കണം എന്ന ഉദ്ദേശത്തിലൊന്നുമല്ല, അങ്ങനെ ആരും ചെയ്യൊന്നുമില്ല. എന്നാലും എന്ത് ചെയ്യണം, മറന്നു പോകും. അതുകൊണ്ട് പിന്നെയും പറയേണ്ടി വരികയാണ് ചില കാര്യങ്ങൾ. നിസ്കാരത്തിൽ സ്വഫ് ശരിയാക്കുക എന്നുള്ളത് മിൻ തമാമി സ്വല, നിസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. സ്വഫ് ശരിയല്ലെങ്കിൽ നിസ്കാരം പൂർണ്ണമായിട്ടില്ല എന്നർത്ഥം. നമുക്ക് ഒറ്റക്കൊറ്റക്ക് വീട്ടിൽ നിസ്കരിച്ചാൽ പോരെ? അതിലേറെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ലേ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത്. അപ്പൊ ആ ജമാഅത്തിന് ചില നിബന്ധനകളുണ്ട്, ചില കണ്ടീഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, സ്വഫുകൾക്കിടയിൽ വിടവുണ്ടാകാൻ പാടില്ല എന്നാണ്. ഇപ്പോഴും ചില ആളുകൾ അങ്ങനെ കാണുമ്പോൾ ബാക്കിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് അവിടെ കയറാം. ഒരു സഫിന് മിനിമം 4 ആൾക്കെങ്കിലും ഒന്നും കൂടെ അടുത്ത് നിന്നാൽ കയറാം. അത് വല്ലാതെ അടുത്ത് നിന്നിട്ട് ശ്വാസം വിടാൻ പറ്റാത്ത കോലത്തിലാവണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചില ഇടങ്ങളിൽ കുറേ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, സ്പേസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അടുത്തുള്ള ആളുകൾ ജസ്റ്റ് ഒന്നും ഉണർത്താം. പിടിച്ച് വലിക്കൊന്നും വേണ്ട, വലിച്ചാൽ ചിലപ്പോൾ അടി കിട്ടും. ശ്രദ്ധിച്ചിട്ടൊക്കെ കൈകാര്യം ചെയ്താൽ മതി. അല്ല, മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, സൗഹൃദത്തിലായിരിക്കും എല്ലാ കാര്യം. ഒരാൾ ഉണർത്തിയ അയാൾ വിനയാന്വിതനായിരിക്കും. ഓക്കെ, അവിടെ വലിയ ജാട, ഞാൻ എന്തോ സംഭവം ഒന്നുമില്ല. നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ താഴ്ന്നു കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് സ്വഫ് അത് ശരിയാക്കണം. 2, ഏറ്റവും കൂടുതൽ കൂലി 1-ാമത്തെ സ്വഫിനാണ്. 1-ാമത്തെ സഫിന്റെ കൂലി 2-ാമത്തെ സഫിന് ഇല്ല. അതിന്റെ കൂലി 3-ാമത്തെ സഫിന് ഇല്ല. അപ്പൊ കൂലിയാണ് ആഗ്രഹിക്കണമെങ്കിൽ ശരിക്കും നമ്മൾ എവിടെ എത്തും? സഹാബത്തിന്റെ ചരിത്രം പറയുന്നത്, പലപ്പോഴും സഹാബത്ത് പള്ളിയിൽ കയറി വരുമ്പോൾ ഒരേ ടൈമായി, തുല്യമായി, സമമായി. ഓട്ട മത്സരത്തിലൊക്കെ ഫിനിഷ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയതുപോലെ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കൂല. നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് വിട്ടുകൊടുക്കും. ഭക്ഷണ കാര്യത്തിൽ നമ്മൾ വിട്ടുകൊടുക്കൂല, നമ്മൾ കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റുള്ളൂ. ഇതിൽ നമ്മൾ വിട്ടുകൊടുക്കും. സഹാബത്ത് ഹദീസിൽ കാണാം, അവർ നിറക്കിട്ടിരുന്നു. ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം നിറക്കിട്ടിരുന്നു. നമ്മ വേണമെങ്കിൽ ബാക്കിൽ നിൽക്കാൻ വേണ്ടി നിറക്കിടും. അപ്പൊ അത് ശ്രദ്ധിക്കണം. സ്വഫ് പിന്നെ ബാക്കിൽ മുന്നിൽ സ്ഥലം ഉണ്ടായിരിക്കെ നമ്മൾ പിന്നെ ബാക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്ന് കൊടുക്കരുത്. ബാഗ് ഫ്രണ്ടിലേക്ക് തന്നെ കയറി നിൽക്കുക. മാത്രമല്ല, ഇവിടെ സ്വഫ് കുറെ ആളുകൾ അവിടെ സെട്ട്, സ്ത്രീകളുടെ ഭാഗത്തൊക്കെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് മലക്കുകളുണ്ട് പള്ളിയിൽ, അതാരും മറക്കരുത്. മലക്കുകളുടെ, ആയിരക്കണക്കിന് മലക്കുകളുടെ സാന്നിധ്യം അള്ളാഹുവിന്റെ പള്ളിയിലുണ്ട്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ഇനിയിപ്പോ ഇതാ ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾ ഭൂമി സന്ദർശിക്കാൻ പോവുകയാണ്. ഒറ്റയിട്ട രാവുകളിൽ വരും. ഇന്ന് റമദാനിലെ ഒരുപക്ഷെ അവസാന വെള്ളിയാഴ്ചയാകാം. എവിടെ എത്തി നമ്മള്? അതുകൊണ്ട് ആ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരടക്കം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോരുത്തരും, എല്ലാവരും കൂടി എല്ലാവരും നിയന്ത്രിക്കാൻ ആകെ കൊളാകും. ഓരോരുത്തരും എന്ത് ചെയ്യുക, അവരവരുടെ ഭാഗം ക്ലിയർ ആക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനോ, വെള്ളിയാഴ്ച എന്നുള്ളത് തന്നെയാണ്. വെള്ളിയാഴ്ചയുടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് ആളുകൾ ജുമുഅക്ക് നേരം വൈകി വരുന്നു എന്നുള്ള സങ്കടകരമാണ്. കോറം തികയ ഖുത്ബ തുടങ്ങാൻ 40 ആളുണ്ടായ മതി ഷാഫിഈ ഫിഖ് അനുസരിച്ച്. അതിന്റെ 2 ഇരട്ടി 3 ഇരട്ടിയൊക്കെ ഉണ്ട് നമ്മൾ ഖുത്ബ തുടങ്ങുമ്പോൾ. അപ്പൊ ഖുത്ബനെ ബാധിക്കുന്നില്ല. പക്ഷെ വരുന്ന ആൾക്ക് ജുമുഅ വേണോ? മലക്കുകൾ ഉണ്ടെന്ന കവാടത്തിൽ, ഡോറിന്റെ അവിടെ മലക്കുകൾ വരുന്ന ആളുകളെ പേരും സംഗതിയൊക്കെ രേഖപ്പെടുത്തുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് ഫൈദാ സൈദൽ ഖതീബു അലൽ മിമ്പർ, ഖതീബ് മിമ്പറിൽ കയറിയാൽ അവരുടെ പുസ്തകം അടച്ചു വെച്ചു. പിന്നെ വരുന്ന ആരുടെയും പേര് ആ ലിസ്റ്റിലില്ല. നഊദു ബില്ലാഹ്.
ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ വരുന്നവരുടെ പേര് പരലോകത്തെത്തുമ്പോൾ പടച്ചവരെ ഞാൻ എത്ര ജുമുഅക്കാ പങ്കെടുത്തത്, എവിടെ ഒരു ജുമുഅയിലെ പേരും പോലും നിന്റെ പേരില്ലാന്ന്. ഇത് ഞാൻ പറഞ്ഞതല്ല, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജുമുഅക്ക് നേരത്തെ വരിക. ഞാൻ ഇപ്പോഴും ഓർക്കുക, ഒരാൾ നാട്ടില് 11 മണിക്ക് ജുമുഅക്ക് വരിയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അയാളത്തിൽ പോയി, വേറൊരാൾ ഇന്നത് കണ്ടിട്ട് എന്നോട് പറഞ്ഞ വാക്ക, വേറൊരാള് മൂപ്പര് പോണോക്ക് മണ്ടൻ ഇത്ര നേരത്തെ പോവാ ജുമുഅക്ക്. എവിടെ എത്തി നോക്കിയൊക്കെ ഞങ്ങളുടെ ചിന്ത, ജുമുഅ 12:30 തുടങ്ങുള്ളൂ, ഇയാൾ എപ്പോഴേ പോണ്, ജുമുഅക്ക് എപ്പോ പോകണം. അപ്പൊ പിന്നെ അങ്ങനെ എന്തുണ്ടെങ്കിലും ശരി, ഖത്തീബ് മുമ്പിൽ കയറുന്നതിന് മുമ്പ് എത്തിയേ പറ്റൂ. എനിക്ക് വേണ്ടിയല്ല, ഓരോരുത്തരുടെ ലിസ്റ്റിൽ പേര് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണം. മറ്റൊന്ന്, വെള്ളിയാഴ്ച സ്വലാത്ത്. ഈ സ്വലാത്തിൽ നമ്മൾ മടിയൊന്നും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹിന്റെ റസൂലിന്റെ പേര് സ്വലാത്ത്, അത് ഇന്ന സ്വലാത്ത അലൻ നബിയ്യി വസീലത്തുൻ ഫിഹൻ നജാതു ലികുല്ലി അബ്ദിൻ മുസ്ലിമിൻ. എല്ലാ മുസ്ലിമിനും രക്ഷപ്പെടാനുള്ള വഴിയാണ് സ്വലാത്ത് എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആൻ നമ്മോട് ചൊല്ലാൻ പറഞ്ഞതാ സ്വലാത്ത്. അതുകൊണ്ട് സ്വലാത്ത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ രാവും ഇനി വരുന്ന പകലും സ്വലാത്ത് ധാരാളമായി ചൊല്ലണം. അതിലാരും വീഴ്ച വരുത്തരുത് എന്നുകൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ശരിയായ സ്നേഹം പടച്ചോൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറേ ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇപ്പൊ ഈ പള്ളിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പിതാവിന്റെ പിന്നെ ദണ്ടങ്കയിൽ ഉള്ള ഒരു സഹോദരൻ, ഒരു 37 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. നമ്മുടെ അവിടെ പള്ളിയിൽ ഇപ്പോൾ ഉള്ള ഒരു ഉപ്പപ്പാടെ പിന്നെ ബന്ധുവാണ്. 37 വയസ്സേ ആയിട്ടുള്ളൂ. പനിയോ മറ്റോ വന്നിട്ട് പിന്നെ മഞ്ഞപ്പിത്തം വന്നു, കരളിനെ ബാധിച്ചു, കുറച്ച് ഗുരുതരമായ അവസ്ഥയിലാണ്. എല്ലാവരും ആത്മാർത്ഥാറ്റി ആമീൻ പറഞ്ഞു. അള്ളാഹ് ശിഫയാക്കും, അള്ളാഹ് ശിഫയാക്കി കൊടുക്കട്ടെ. ആ ചെറുപ്പക്കാരന് റഹ്മാനായ റബ്ബ് കാമിലും ആജിലുമായ ശിഫ എത്രയും പെട്ടെന്ന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, പട്ടാമ്പിയിലുള്ള എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ്, ഗൾഫിലാണ്, ചന്ദ്രിക പത്രത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ചെറുപ്പക്കാരനാണ്. പിന്നെ സ്ട്രോക്ക് വന്നു, ദുബായിൽ ഇപ്പോൾ കുടുംബം അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ നാട്ടിലുള്ളപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കല്യാണം കഴിച്ചില്ല, ഖുതുബക്ക് അവിടെ നമ്മളെ തേടി വരും പള്ളിയിൽ. അങ്ങനെയുള്ള ബന്ധം മാത്രമാണ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ പിന്നെ എന്താ പറയുക, വെന്റിലേറ്ററിലാണ്, അപകടനില തരണം ചെയ്തിട്ടില്ല. വലിയ സങ്കടകരമായ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ അമലുകളെ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വെള്ളിയാഴ്ചയാണ് അല്ലാഹ്, ഒരുപക്ഷെ റമദാനിലെ അവസാന വെള്ളിയാഴ്ചയാകാം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന അമലുകളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പിന് അതിൻ്റെ വലിയ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ തഖ്വ നീ ഏറ്റി തരണേ റഹ്മാനെ. തഖ്വയിലേക്ക് അടുപ്പിക്കുന്ന അമലുകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വെള്ളിയാഴ്ചയുടെ ആദാബുകൾ മനസ്സിലാക്കി കൂടുതൽ നന്മയിൽ മുന്നേറാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, റമദാൻ അനുകൂലമായി സാക്ഷ്യം പറയുന്ന മുഅ്മിനീങ്ങളായ വിജയികളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്, ഈമാന് നൽകണേ അല്ലാഹ്, ഈമാന് നല്ല വോൾട്ടേജ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്, നേരത്തെ പറഞ്ഞ ആളുകളുണ്ട്. റഹ്മാനായ റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാഹ്, നീ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്, നീ ആജിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. ആ 2 സഹോദരന്മാർക്കും അവരുടെ അസുഖം എത്രയും പെട്ടെന്ന് തരണം ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പള്ളിയിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് രക്ഷിതാക്കൾ ശാരീരികമായി പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്, സ്ത്രീകളുണ്ട്. റഹ്മാനായ റബ്ബേ, നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ റഹ്മാനെ, നീ ആഫിയത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ അന്തസ്സും നഷ്ടപ്പെടുന്ന, എല്ലാ അഭിമാനവും പോകുന്ന വിധത്തിലുള്ള
ഒരു കാര്യങ്ങളിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. വലിയ രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല റഹ്മാനെ. ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ ഞങ്ങളുടെ പേരമക്കൾക്കോ നീ വരാതെ കാക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.